Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചിയുടെ ആഭിമുഖ്യത്തിൽ എടക്കരയിൽ പഞ്ചായത്ത് തല യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഡയാലിസിസ് സെന്ററിൽ പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുമായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. ജനകീയ പങ്കാളിത്തത്തോടെ 2017 32 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്ത് തുടക്കം കുറിച്ച ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിൽ നിലവിൽ 3 ഷിഫ്റ്റുകളിലായി 91 രോഗികളാണ് സൌജന്യമായി ഡയാലിസിസ് ചെയ്തുവരുന്നത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലായി കുട്ടികൾ ഉൾപ്പെടെ 35 രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. അപേക്ഷ നൽകാത്ത പ്രദേശത്ത് താമസിക്കുന്ന നിരവധി ആളുകളാണ് പല സ്ഥലങ്ങളിലായി പണം നൽകി ഡയാലിസിസ് ചെയ്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ ഡയാലിസിസ് സെന്ററിൽ 4ാമത്തെ ഷിഫ്റ്റ് ആരംഭിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്ത ജനകീയ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും യോഗം ചേർന്ന് ഏകദിന ധനസമാഹരണത്തിലൂടെ പണം കണ്ടെത്താനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി എടക്കരയിലും ധനസമാഹരണം നടത്താൻ വ്യാഴാഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തു. സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ പഞ്ചായത്ത് തല ചെയർമാനായി പ്രസിഡന്റ് ഒ ടി ജെയിംസിനെയും കൺവീനറായി ടി ടി നാസറിനെയും തെരഞ്ഞെടുത്തു. മരുപ്പച്ച കോർഡിനേറ്റർ റഹ്മത്തുള്ള മൈലാടി പദ്ധതി വിശദീകരിച്ചു. ജനപ്രതിനിധികളായ സൂസൻ മത്തായി, മറിയാമ്മ ജോർജ്, സി കെ സുരേഷ്, സോമൻ പാർലി, കെ ആയിഷക്കുട്ടി, കബീർ പനോളി, ടി മോഹനൻ, എം കെ ധനഞ്ജയൻ, സിന്ധു പ്രകാശ്, വിവിധ സംഘടനാ പ്രതിനിധികളായ പി കെ ജിഷ്ണു, കെ രാധാകൃഷ്ണൻ, ഇ അഷോക്, കെ മുഹമ്മദ് റഫി, അബ്ദുറസാഖ് എരഞ്ഞിക്കൽ, നാസർ കാങ്കട, എൻ മുജീബ്, ഷാഹിദ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടകര.